നേരെ വയനാട്ടിലേക്കാണ്. അവിടെ ഉറങ്ങിക്കിടക്കുന്നതിനിടെ മണ്ണൊലിച്ചു വന്ന് ജീവൻ നഷ്ടപ്പെട്ട കുറേ ജീവിതങ്ങളുണ്ട്. ആ കണക്കുകളിലേക്കാണ്. ഇന്നലെ 20 മണിക്കൂർ നീണ്ട തെരച്ചിൽ, മുണ്ടക്കയിലെ നീണ്ട തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. 20 മണിക്കൂർ നീണ്ട തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും. താൽക്കാലികമായാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. രാത്രിയായതോടുകൂടി രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്തിയാലും അത് പുറത്തെത്തിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയായിരുന്നു പ്രദേശത്ത്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നിർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നിലവിൽ 135 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 98 പേരെ കാണാതായിട്ടുണ്ട്. പലരും ഒരുപക്ഷെ നമുക്കറിയാം ഇന്നലെ വളരെ പ്രയാസപ്പെട്ടാണ് ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ആരംഭിക്കാൻ കഴിഞ്ഞുവെങ്കിലും മുണ്ടക്കയിലേക്ക് എത്താൻ സമയമെടുത്തിരുന്നു, ധാരാളം സമയമെടുത്തിരുന്നു. അപ്പോൾ ഇപ്പോഴും മുണ്ടക്കയിലെ എല്ലാ ഭാഗത്തേക്കും ഈ രക്ഷാ ദൗത്യ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് ഈ 98 പേരെയും നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന്. രാവിലെ പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തനം തെരച്ചിൽ പുനരാരംഭിക്കും. 150ഓളം വീടുകളാണ് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടുള്ളത്. നമുക്കിപ്പം ഫെലിക്സും സാരംഗും ലിഷോയും CK വിജയനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം CK വിജയനിലേക്ക് പോവുകയാണ്. CK, 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം ഇന്നലെ ഏറെ വൈകിയാണ് അവസാനിപ്പിച്ചത്. രാത്രി ഏറെ ദുഷ്കരമായിരുന്നു, കാലാവസ്ഥ പ്രതിബന്ധമായിരുന്നു, വെളിച്ചക്കുറവ് പ്രയാസമായിരുന്നു. രാവിലെ എപ്പോൾ പുനരാരംഭിക്കും? നമ്മളെല്ലാ ദിവസവും ഒരു വാർത്ത തുടങ്ങുന്നത് പരസ്പരം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ്. പക്ഷേ ഇന്ന് നമുക്ക് അതിന് കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി മുതൽ ഈ വാർത്ത കേട്ട്, അല്ലെങ്കിൽ ഇന്നലെ പുലർച്ചെ മുതൽ ഈ വാർത്ത കേട്ട സമയം മുതൽ ഇന്നേ വരെ നമ്മൾക്ക് അത്തരത്തിൽ ഒരു ശുഭസൂചകമായ സന്തോഷകരമായ ഒന്നും തന്നെ കൈമാറാൻ സത്യത്തിൽ ഇല്ല. കാരണം ഒരുപക്ഷെ കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ നടുവിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അതും. അപ്പോൾ സ്വാഭാവികമായും എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ കാണാതായോ എന്ന് കൃത്യമായ കണക്കുകൾ ഇപ്പോഴുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത വാർത്തകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പെട്ടിമല ഉൾപ്പെടെയുള്ള ദുരന്തത്തിലും ഇതേ രീതി ഇപ്പോഴും തുടരുകയാണ്. 4 വർഷം കഴിഞ്ഞിട്ടും കൃത്യമായ കണക്കുകളില്ല എന്നത് നമ്മളുടെ ഒരു വല്ലാത്ത ഗതികേട് തന്നെയാണ്. ഏതായാലും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഈ പരിശോധനകൾ പല സ്ഥലങ്ങളിലായി നടക്കും. ഈ ചൂരൽമലയിൽ നടക്കും, മുണ്ടക്കയിൽ നടക്കും, അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് നടക്കും. ഇത് നിലമ്പൂരിൻ്റെ ഒരു ഭാഗമാണ്. പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഈ മറ്റ് 2 സ്ഥലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും തെരച്ചിലിനേക്കാളും കുറേ കൂടി വൈകാരികമാണ്, കുറേ കൂടി നമുക്ക് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു പ്രദേശമാണ് ഈ മുണ്ടക്കൈ. കാരണം ഇവിടെ വരുന്ന മൃതദേഹങ്ങളൊന്നും തന്നെ ഒരു പൂർണ്ണമായ മൃതദേഹങ്ങൾ എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പല അവയവങ്ങളായി ഉടുമുണ്ടഴിച്ച് അതിനകത്തേക്ക്, ഉടുത്ത ലുങ്കി അഴിച്ച് അതിൻ്റെ അകത്തേക്ക് മൃതദേഹങ്ങൾ വാരിക്കൂട്ടി ഒരു തണ്ടു വെച്ച് കെട്ടി 2 പേർ ചുമന്നു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് അത്തരത്തിൽ കാഴ്ചകൾ ഉണ്ടാകാതിരിക്കട്ടെ, കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, കൂടുതൽ ആൾക്കാർ മരിച്ച വിവരങ്ങൾ നമുക്ക് പറയാൻ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രഭാതം ഈ റിപ്പോർട്ടിങ്ങിന് തന്നെ പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തെ പരിശോധന ഔദ്യോഗികമായി 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് NDRFിൻ്റെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ പരിശീലനം ലഭിച്ചവരും അവരെ സഹായിക്കുന്നവരുമാരുടെ യോഗം 7 മണിക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചേരും. ആ യോഗത്തിന് ശേഷമാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ തെരച്ചിൽ നടത്തണം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. ഈ കുത്തൊഴുക്കിലൂടെ, ഈ പുഴയിലൂടെ മൃതദേഹങ്ങൾ വരുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ, നാട്ടുകാർ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇന്നലെ പുലർച്ചെ ആദ്യമായി കാണുന്നത്. അവർ അത് തടഞ്ഞു വെക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഉരുൾപൊട്ടൽ, ഈ പറയുന്ന ചൂരൽമലയിലും മറ്റും ഉരുൾപൊട്ടൽ ഉണ്ടായ വിവരം തന്നെ പൊതുവിൽ ഇത്രയും ഗുരുതരമായിരുന്നു എന്ന് പുറം ലോകം അറിയുന്നത്. അതുകൊണ്ട് ഇന്നും ഈ പരിശോധന നടക്കും. ഈ പരിശോധനയ്ക്ക് ഒരുപക്ഷെ ഇന്ന് കേന്ദ്രസേനയുടെയോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ സാങ്കേതികമായി പഠനം നടത്തിയവരോ പരിചയമുള്ളവരുടെ സഹായം തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി അതാണ് പറഞ്ഞത്. സ്റ്റിഫർ ഡോഗ്സിനെ ഉൾപ്പെടെയുള്ള ഈ സേനയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ നമുക്ക് കാര്യക്ഷമമായ തെരച്ചിൽ നടത്താൻ കഴിയുമായിരിക്കും. പക്ഷേ എന്നാലും ഈ പുഴയുടെ തീരത്ത് ഇരു കരകളിലുമായി ഈ പരിശോധനകൾ നടത്തും. ഇതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും മറ്റ് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ പരിക്കേറ്റവരോ എന്താണോ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അത് കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയും ചെയ്യും.